ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമ്മള് അധ്യായം 18, അധ്യായം സന്യാസത്തിന്റെ പരിപൂർണത. അതിൽ 40 ശ്ലോകം വരെ നമ്മൾ എടുത്തു തോന്നുന്നു അല്ലെ? ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇന്നലെ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്താണ്? 3 ഗുണത്തിലുള്ളവരുടെ കർമ്മത്തെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ എന്തിനെ കുറിച്ചാ പറഞ്ഞത് ഇന്നലെ? ജ്ഞാനം, കർമ്മം, കർത്താവ്, പിന്നെ സുഖം, പിന്നെ നിശ്ചയം, പിന്നെ എന്തിനെ കുറിച്ചാ പറഞ്ഞത്? ബുദ്ധിയെ കുറിച്ച് പറഞ്ഞ നിശ്ചയം, ബുദ്ധി, ജ്ഞാനം, കർമ്മം, കർത്താവ്, ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. 3 ഗുണത്തിലുള്ളവരുടെ സുഖം അതും പറഞ്ഞല്ലോ. സുഖം പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലത്തെ അധ്യായത്തില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മനസ്സിലായിണ്ടായിരുന്നു ഇന്നലെടുത്തത്? മനസ്സിലായിണ്ടായിരുന്നു. അപ്പൊ 3 ഗുണത്തിലുള്ള അത് നമ്മൾ ഇത്രയും എപ്പോഴും ചിന്തിക്കുക. ഈ 3 ഗുണത്തില് സത്വഗുണം എപ്പോഴും എന്തായിരിക്കും? ഫലങ്ങൾ ആഗ്രഹിക്കാത്തതായിരിക്കും. രജോ ഗുണം എന്ന് പറയുന്നത് ഫലങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കും. തമോ ഗുണം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായിരിക്കും. എപ്പോഴും ഏതൊരു കാര്യം വരുമ്പോഴും എന്തിയായാലും അതെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അത് തമോ ഗുണം. സത്വഗുണം എപ്പോഴും എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ളതായിരിക്കും. രജോ ഗുണം എന്ന് പറയുന്നത് അവരുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളായിരിക്കും എപ്പോഴും. അപ്പൊ അത് ഏതായാലും അത് അങ്ങനെയായിരിക്കും ഈ 3 ഗുണങ്ങളുടെ കാറ്റഗറി എപ്പോഴും വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയ എല്ലാവർക്കും? അപ്പൊ ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക്. ഹരേ കൃഷ്ണ മാതാജി. നാൽപ്പതാമത്തെ നമ്മൾ പറഞ്ഞില്ലേ? 40 പറയണം. 39 വരെയാ പറഞ്ഞത്. 40 തൊട്ട് പറയാം. അപ്പൊ ഇപ്പൊ ഈ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഓരോ കാര്യങ്ങളും ഗുണങ്ങളെ വെച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഭഗവാൻ എന്താ പറയണ ഇവിടെ? ഓം നമോ ഭഗവതേ വാസുദേവായ. ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യഥേഭിർഗുണൈ. ഈ ഭൂമിയിലോ ഉപരിഗ്രഹ വ്യൂഹങ്ങളിൽ ദേവന്മാർക്കിടയിലോ പ്രകൃതിജങ്ങളായ ഈ 3 ഗുണങ്ങളിൽ നിന്ന് മുക്തനായിട്ട് യാതൊരു ജീവനുമില്ല. ഈ ഭൂമിയിലോ ഉപരിഗ്രഹ വ്യൂഹങ്ങളില് ദേവന്മാർക്കിടയിലോ പ്രകൃതിജങ്ങളായിട്ടുള്ള ഈ 3 ഗുണങ്ങളിൽ നിന്ന് മുക്തനായിട്ട് എന്തില്ല? യാതൊരു ജീവനില്ല. അപ്പൊ എല്ലാ ജീവാത്മാക്കളും, അത് മനുഷ്യനായാലും മൃഗമായാലും പക്ഷികളായാലും എന്തായാലും എല്ലാത്തിനും എന്തുണ്ട്? ഈ 3 ഗുണങ്ങളിൽ നിന്ന് മുക്തനാവാത്തതായിട്ട് ആരുമില്ല. എല്ലാവരും ഈ 3 ഗുണങ്ങളില് ഏതെങ്കിലും ഒരു ഗുണത്തില് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ 3 ഗുണങ്ങളിൽ എല്ലാതും, അത് ഭൂമിയിലായാലും ഉപരിഗ്രഹങ്ങളിലായാലും എല്ലാവരിലും എന്താണ്? ഈ 3 ഗുണങ്ങളിൽ ഏതെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടാകും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി അടുത്ത ഭാഗം 41 മുതൽ 48 വരെയുള്ള ശ്ലോകങ്ങള്. ഇനി
4 വർണ്ണങ്ങളിലുള്ളവരെ കുറിച്ച് പറയാണ്. അപ്പൊ നമുക്കറിയാം ഈ 4 വർണ്ണങ്ങളിൽ നമുക്കറിയാം എന്താണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യർ, ശൂദ്രൻ. ഈ 4 വർണ്ണങ്ങളെയും ഭഗവാൻ സൃഷ്ടിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഗുണകർമ്മ വിഭാഗശഃ അല്ലെ പറഞ്ഞത്. ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ത് സൃഷ്ടിച്ചത്? ഈ 4 വർണ്ണങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചത്. അപ്പൊ അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഓരോ വർണ്ണത്തിലുള്ളവരുടെ ഓരോരുത്തരുടെ സ്വഭാവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരം തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർഗുണൈഹി. ഹേ ശത്രുഞ്ജയനായ അർജുന, ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും തിരിച്ചറിയുന്നത് ത്രിഗുണങ്ങളെ ആധാരമാക്കി ഉണ്ടാകുന്ന സ്വഭാവ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ പറയുന്നത്, ഹേ ശത്രുഞ്ജയനായ അർജുന, ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കി ഉണ്ടാകുന്ന സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചറിയുക. അപ്പൊ ഓരോരുത്തരെ ഒരു വ്യക്തി ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഈ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഈ 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരിൽ എന്തുണ്ടാകും? സ്വഭാവം ഉണ്ടാവും. ആ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനാണെന്ന് തിരിച്ചറിയുന്നത്. ഇപ്പൊ ഒരു ബ്രാഹ്മണന്റെ കുടുംബത്തിൽ ജന്മം എടുത്തിട്ടും ചെയ്യുന്ന പ്രവർത്തികൾ മുഴുവൻ തമോ ഗുണത്തിലാണെങ്കിൽ ആ വ്യക്തി ആരല്ല? ബ്രാഹ്മണനല്ല. നേരെ മറിച്ച് ഒരു ശൂദ്രന്റെ കുടുംബത്തിൽ ജന്മം എടുത്തിട്ടും ഒരു ബ്രാഹ്മണൻ ഉണ്ടാവേണ്ട ഗുണങ്ങളെല്ലാം അവരിൽ ഉണ്ടെങ്കിൽ അയാൾ ആരാണ്? ബ്രാഹ്മണനാണ് എന്നാണ് പറയുന്നത്. കാരണം ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ശമോദമസ്തപാ ശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. എന്താ പറഞ്ഞത്? ഒരു ബ്രാഹ്മണൻ ഉണ്ടാവേണ്ട ഗുണങ്ങളുടെ പ്രത്യേകതകൾ പറഞ്ഞാണ്. ശാന്തത, ആത്മസംയമനം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം. ഇത്തരം ഗുണങ്ങൾ ആരിലുണ്ടാകും? ഒരു ബ്രാഹ്മണനിലുണ്ടാകും. അപ്പൊ ഈ ഗുണങ്ങൾ കാണുന്ന വ്യക്തി ആരാണ്? ബ്രാഹ്മണൻ. ഒരു 9 ഗുണങ്ങളാണ് ആർക്കുള്ളത്? ക്വാളിറ്റീസ്. ഒരു ബ്രാഹ്മണന്റെ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ 9 എണ്ണം പറയുന്നത്. ശാന്തനായിരിക്കും, ആത്മസംയമനം പാലിക്കുന്നവനാണ്, തപസ്, വിശുദ്ധി ഉണ്ടായിരിക്കും, ക്ഷമയുണ്ടാവും, സത്യസന്ധനായിരിക്കും, ജ്ഞാനം നേടിയിട്ടുണ്ടാവും, വിജ്ഞാനം ഉണ്ട്. ആ ജ്ഞാനം പ്രാവർത്തികമാക്കുന്ന വ്യക്തിയായിരിക്കും. അതാണ് വിജ്ഞാനം. പ്രാവർത്തികമാക്കുന്നവനായിരിക്കും. ആസ്തിക്യം. ആസ്തിക്യം എന്ന് വെച്ചാല് ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുന്നവനായിരിക്കും, ഭക്തനായിരിക്കും, ഭക്തിയുള്ളവനായിരിക്കും. ഇത്തരം ഗുണങ്ങൾ ആരിലുണ്ടാവും? ഒരു ബ്രാഹ്മണനിലുണ്ടാവും. ഒരു വ്യക്തി ബ്രാഹ്മണനാണെന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ 9 ഗുണങ്ങളുള്ള വ്യക്തിയാണ് ആര്? ബ്രാഹ്മണൻ. ശാന്തത, ആത്മസംയമനം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം. ഇതാണ് ഒരു ബ്രാഹ്മണന്റെ പ്രവൃത്തികളുടെ ഗുണവിശേഷങ്ങൾ എന്ന് പറയുന്നത്. ശൗര്യം തേജോധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യ പലായനം ദാനമീശ്വര ഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. പരാക്രമം, ബലം, ദൃഢനിശ്ചയം, നൈപുണ്യം, യുദ്ധത്തിൽ ധൈര്യം, ഔദാര്യം, നേതൃത്വം എന്നിവയ ക്ഷത്രിയരുടെ പ്രവൃത്തികളുടെ സ്വാഭാവിക ഗുണങ്ങൾ. ഇപ്പൊ പരാക്രമം, ബലം, ദൃഢനിശ്ചയം, നൈപുണ്യം, യുദ്ധത്തിൽ ധൈര്യം, ഔദാര്യം, നേതൃത്വം എന്നിവയാണ് എന്ത്? ഒരു ക്ഷത്രിയന്റെ പ്രവർത്തികളുടെ സ്വാഭാവിക ഗുണങ്ങൾ. ഒരു ക്ഷത്രിയൻ ഉണ്ടാകുന്ന സ്വാഭാവിക ഗുണങ്ങൾ എന്തൊക്കെയാണ്? പരാക്രമിയായിരിക്കണം, ബലം ഉണ്ടായിരിക്കണം, ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം, നൈപുണ്യം ഉണ്ടാകണം, യുദ്ധത്തിൽ ധൈര്യം ഉണ്ടായിരിക്കണം, ഔദാര്യം, പിന്നെന്താണ്? നേതൃത്വം. ഇത്രയും ഗുണങ്ങൾ ആരിൽ ഉണ്ടായിരിക്കണം? ഒരു ക്ഷത്രിയയിൽ ഉണ്ടായിരിക്കണം. ഒരു ക്ഷത്രിയൻ ഉണ്ടാവുന്ന സ്വാഭാവിക ഗുണങ്ങളാണ് എന്ത്? ഈ പറഞ്ഞത്. പരാക്രമം, ബലം, ദൃഢനിശ്ചയം, നൈപുണ്യം, യുദ്ധത്തിൽ ധൈര്യം, ഔദാര്യം, നേതൃത്വം എന്നിവയാണ് ഒരു ക്ഷത്രിയന്റെ പ്രവൃത്തികളുടെ സ്വാഭാവിക ഗുണങ്ങൾ എന്ന് പറയുന്നത്. കൃഷി, ഗോരക്ഷ്യ, വാണിജ്യം, വൈശ്യകർമ്മ സ്വഭാവജം, പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. കൃഷി, ഗോരക്ഷ, വ്യാപാരം എന്നിവ വൈശ്യർക്ക് സ്വാഭാവികങ്ങളായ കർമ്മങ്ങൾ അത്രേ. ശൂദ്രരുടേത് അധ്വാനവും മറ്റുള്ളവരെ പരിചരിക്കലും. അപ്പൊ കൃഷി, ഗോരക്ഷ, വ്യാപാരം. ഒന്ന് കൃഷി, പിന്നെ ഗോരക്ഷ, ഗോക്കളെ സംരക്ഷണം, പിന്നെ വ്യാപാരം. ഇതാണ് വൈശ്യരുടെ സ്വഭാവത്തിൽ കാണുന്നത്. ശൂദ്രരാണെങ്കിലോ അധ്വാനവും മറ്റുള്ളവരെ പരിചരിക്കലും. ശൂദ്രരുടേത് അധ്വാനവും മറ്റുള്ളവരെ പരിചരിക്കലുമാണ് എന്ത്? ശൂദ്രരിൽ കാണുന്ന വിശേഷങ്ങൾ എന്ന് പറഞ്ഞപ്പോ 4 പേരുടെ പറഞ്ഞു. ബ്രാഹ്മണൻ എങ്ങനെയായിരിക്കണം, ഒരു ക്ഷത്രിയൻ എങ്ങനെയായിരിക്കണം, വൈശ്യരുടെ എങ്ങനെയാണ്, ശൂദ്രരുടെ എങ്ങനെയാണെന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ 4 തരത്തിലുള്ളവരുടെ സ്വഭാവങ്ങൾ എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടു. ബ്രാഹ്മണൻ
ശാന്തത, ആത്മസംയമനം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം. ഇതാണ് ബ്രാഹ്മണരുടെ പ്രത്യേകതകൾ, ഗുണവിശേഷങ്ങൾ എന്ന് പറയുന്നത്. പരാക്രമം, ബലം, ദൃഢനിശ്ചയം, നൈപുണ്യം, യുദ്ധത്തിൽ ധൈര്യം, ഔദാര്യം, നേതൃത്വം. ഇതാണ് ക്ഷത്രിയരുടെ പ്രവർത്തികളുടെ സ്വാഭാവിക ഗുണങ്ങള്. കൃഷി, ഗോരക്ഷ, വ്യാപാരം എന്നിവ വൈശ്യർക്കും സ്വാഭാവികമായിട്ടുള്ളത്. ശൂദ്രരുടെ എന്താണ്? അധ്വാനം, മറ്റുള്ളവരെ പരിചരിക്കലാണ് ശൂദ്രർക്ക്. ശേഷിയെ കർമ്മണ്യ ഭിരത സംസിദ്ധിം ലഭതേ നരഃ സ്വകർമ്മ നിരതാ സിദ്ധിം യഥാ വിത്തതി തശൃണു. സ്വാഭാവികങ്ങളായ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നാൽ മനുഷ്യന് പൂർണ്ണത നേടാം. എങ്ങനെയെന്ന് പറയാം കേൾപ്പിനി. ഇനി പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നാൽ പോലും ഒരു വ്യക്തിക്ക് എന്ത് സാധിക്കും? പരിപൂർണത നേടാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് പറയാം, കേൾക്കൂ. പിന്നെ അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തികള് ചെയ്തുകൊണ്ടിരുന്നാൽ പോലും ഒരു മനുഷ്യന് പൂർണ്ണത നേടാനായിട്ട് സാധിക്കും. അതങ്ങനെയാണെന്ന് ഇനി പറയുകയാണ്. സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മനുഷ്യന് പൂർണ്ണത നേടാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത്. അത് കേൾക്കാനാണ് പറയുന്നത്. യഥാ പ്രവൃത്തി ഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണ തമഭ്യർച്ച്യ സിദ്ധിം വിത്തതി മാനവഃ. സർവജീവികളുടെയും പ്രഭവസ്ഥാനവും സർവവ്യാപിയുമായ ഭഗവാനെ ആരാധിക്കുക നിമിത്തം സ്വകർമ്മങ്ങളിൽ കൂടി ഒരു വ്യക്തിക്ക് പരിപൂർണതയിലെത്താം. അപ്പൊ സർവജീവികളുടെയും പ്രഭവസ്ഥാനവും സർവവ്യാപിയുമായിട്ടുള്ള ഭഗവാനെ ആരാധിക്കുന്ന വഴി, സർവജീവികളുടെയും പ്രഭവസ്ഥാനം, എല്ലാവരുടെയും പ്രഭവസ്ഥാനം ആരാണ്? ഭഗവാൻ. സർവവ്യാപിയായിട്ടുള്ളത് ആരാണ്? ഭഗവാൻ. ആ ഭഗവാനെ ആരാധിക്കുന്നത് വഴി സ്വന്തം കർമ്മങ്ങളിൽ കൂടി തന്നെ ഒരു വ്യക്തിക്ക് പരിപൂർണതയിലെത്താൻ സാധിക്കും. അപ്പൊ എല്ലാ ജീവികളുടെയും പ്രഭവസ്ഥാനവും സർവവ്യാപിയുമായിട്ടുള്ള ഭഗവാനെ ആരാധിക്കുന്നത് വഴി തന്നെ സ്വന്തം കർമ്മങ്ങളിൽ കൂടി തന്നെ ഒരു വ്യക്തിക്ക് എന്തെത്താൻ പറ്റും? പരിപൂർണതയിലെത്താനായിട്ട് സാധിക്കും. ശ്രേയാൻ സ്വധർമ്മ വിഗുണ പരധർമാത്മനിഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുർവൻ നാപ്നോതി കിൽബിഷം. അന്യന്റെ കർമ്മം ഭംഗിയായി ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുറ്റമറ്റതായില്ലെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ട പ്രവൃത്തി ചെയ്യുക എന്നതാണ്. സ്വഭാവത്തിനനുസരിച്ച് നിർദ്ദിഷ്ടമായ കർമ്മത്തിൽ ഏർപ്പെടുന്നവർക്ക് പാപപ്രതികരണം അനുഭവിക്കേണ്ടി വരില്ല. അപ്പൊ അന്യന്റെ കർമ്മം നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്താണ്? കുറ്റമറ്റതായില്ലെങ്കിൽ പോലും, ഇപ്പൊ കുറ്റമില്ലാതെ ചെയ്യുന്നതിനേക്കാളും, ഒരു കാര്യം കുറ്റത്തോടെ ചെയ്താലും കുഴപ്പം, നമ്മുടെ കാര്യം കുറ്റത്തോടെ ചെയ്താലും അത് സാരമില്ല. പക്ഷെ മറ്റുള്ളവരുടെ കാര്യം ഭംഗിയായി ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്താണ്? നമ്മുടെ കാര്യം കുറ്റത്തോടെ ചെയ്യുന്നതാണ്, നമ്മുടെ ധർമ്മം കുറ്റത്തോടെ ചെയ്യുന്നതാണ്. അതാണ്. അല്ലാന്ന് വെച്ച് നമുക്ക് എന്ത് വരും? പാപം ഏൽക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ പറയുന്നത്, ഒരു ബ്രാഹ്മണനെ ക്ഷത്രിയൻ എടുത്തു കഴിഞ്ഞാല് ബ്രാഹ്മണന്റെ ധർമ്മം എന്താണ്? മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുക. ക്ഷത്രിയന്റെ ധർമ്മം എന്താണ്? യുദ്ധം ചെയ്യുക. ക്ഷത്രിയൻ അറിവ് പകർന്നു കൊടുക്കാൻ പോവുക. അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാല് യുദ്ധത്തിൽ എന്ത് വേണ്ടി വരും? ബ്രാഹ്മണന് കുറെ പേരെ കൊല്ലേണ്ടതായിട്ട് വരും. അപ്പൊ ആ ബ്രാഹ്മണൻ എന്ത് വരും? ആ കൊല ചെയ്യുന്നതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കാരണം ബ്രാഹ്മണന്റെ ജോലി അതല്ല. ബ്രാഹ്മണന്റെ എന്താണ് ധർമ്മം? മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ബ്രാഹ്മണൻ ചെയ്യേണ്ടത്. അതിന് പകരം ക്ഷത്രിയന്റെ ധർമ്മം ഏറ്റെടുത്താല് എന്താണ്? ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് ശിക്ഷ പാപം അനുഭവിക്കേണ്ടതായിട്ട് ആർക്ക് വരും? ബ്രാഹ്മണന് വരും. നേരെ മറിച്ച് ഒരു ക്ഷത്രിയനാണ് യുദ്ധം ചെയ്യുന്നെങ്കിലോ അവരെ വധിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും. യുദ്ധത്തിൽ മരണപ്പെട്ട സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും. അല്ല, തന്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യുക എന്നുള്ളത് കൊണ്ട് അവരെ വധിച്ചു കഴിഞ്ഞാല് പാപം ഏൽക്കയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ധർമ്മം നമ്മൾ ചെയ്യാന്നല്ലാതെ മറ്റുള്ളവരുടെ ധർമ്മം നമ്മൾ നല്ലതായിട്ട് ചെയ്താൽ പോലും അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മളെ ധർമ്മം തെറ്റി ചെയ്താലും കുഴപ്പമില്ല, മറ്റുള്ളവരുടെ ധർമ്മം നന്നായിട്ട് ചെയ്യുന്നേക്കാളും നല്ലത് നമ്മുടെ ധർമ്മം തെറ്റി ചെയ്യുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. സഹജം കർമ്മ കൗന്ദേയ സദോഷാമപി നാത്യചേത് സർവാരംഭഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃതഃ. ഹേ കൗന്ദേയ, അഗ്നി പുകയാൽ മൂടപ്പെട്ടിരിക്കുന്നത് പോലെ എല്ലാ ഉദ്യമങ്ങളും ഏതെങ്കിലും ദോഷത്താൽ മൂടപ്പെട്ടിരിക്കും. അതുകൊണ്ട് തനിക്ക് സ്വാഭാവികമായ കർമ്മം അത് ദോഷങ്ങൾ നിറഞ്ഞതായാൽ പോലും ഉപേക്ഷിക്കാവുന്നതല്ല. ഇവിടെ പറയുന്നത് അഗ്നി പുകയാൽ മൂടപ്പെട്ടിരിക്കുന്നത് പോലെ. എപ്രകാരമാണോ അഗ്നി പുക കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ എല്ലാ ഉദ്യമങ്ങളും ഏതെങ്കിലും ദോഷത്താൽ മൂടപ്പെട്ടിരിക്കും.
അതേപോലെ എല്ലാ ഉദ്യമങ്ങളും ഏതെങ്കിലും ദോഷത്താൽ മൂടപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് വേണം? തനിക്ക് സ്വാഭാവികമായ കർമ്മം അത് ദോഷങ്ങൾ നിറഞ്ഞതായാൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ട? അതിനെ ഉപേക്ഷിക്കേണ്ടതില്ല. സ്വാഭാവികമായിട്ടുള്ള കർമ്മം ദോഷങ്ങൾ നിറഞ്ഞതായാലും നമ്മൾ ഉപേക്ഷിക്കുക. അപ്പൊ നമ്മൾ അഗ്നി പുക കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നത് പോലെ എല്ലാ ഉദ്യമങ്ങളിൽ ഉണ്ടാകുന്നത് ഏതെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവാം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒരു ദോഷം കൊണ്ട് മൂടപ്പെട്ടിരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള കർമ്മം അത് ദോഷങ്ങൾ നിറഞ്ഞതായാൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ട? ഉപേക്ഷിക്കേണ്ടതില്ല എന്നാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. ഏതൊരു കർമ്മവും പരമപുരുഷന്റെ സംതൃപ്തിക്കായി കൊണ്ട് അനുഷ്ഠിക്കപ്പെടുമ്പോൾ അതിന്റെ ദോഷവശങ്ങൾ നീങ്ങി വിശുദ്ധമാകും. അപ്പൊ ഏതൊരു പ്രവൃത്തി നമ്മൾ ഭഗവാന്റെ ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ദോഷങ്ങളെല്ലാം മാറി അത് വിശുദ്ധമായിട്ട് മാറും. ഭക്തിഭരിതമായ സേവനത്തോട് ബന്ധപ്പെട്ട് കർമ്മഫലങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടാൽ അന്തരാത്മാവിനെ ദർശിക്കാൻ വേണ്ടുന്ന പരിപൂർണത ലഭിക്കും. അതാണ് ആത്മസാക്ഷാത്കാരം. അപ്പൊ നമ്മള് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താണ്? ഭഗവാന് വേണ്ടി അനുഷ്ഠിക്കപ്പെടുമ്പോ അതിന്റെ ദോഷവശങ്ങൾ നീങ്ങും. നമുക്ക് എന്തും മറ്റും സാധിക്കും? പരിപൂർണതയിൽ എത്താനായിട്ട് നമുക്കും സാധിക്കും. പരിപൂർണതയിൽ എത്താൻ നമുക്ക് സാധിക്കും. അപ്പോ ആത്മാവിനെ ദർശിക്കാനായിട്ട് സാധിക്കും. നമ്മൾ എന്ത് പറയുന്നത്? ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഭാഗത്തിൽ എന്താ പറയുന്നത്? അസക്ത ബുദ്ധി സർവത്ര ചിതാത്മാ വിഗത സ്പൃഹഃ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. ആത്മസംയമനം നേടിയവനും അനാസക്തനും ഭൗതിക സുഖഭോഗങ്ങളെല്ലാം അവഗണിച്ചവനുമായ ഒരാൾക്ക് ത്യാഗ പരിശീലനത്തിലൂടെ പ്രതികരണങ്ങളിൽ നിന്നുള്ള പരമമായ മോചനം നേടാൻ സാധിക്കും. അപ്പൊ ആത്മസംയമനം നേടിയവനും അനാസക്തൻ ഭൗതിക സുഖഭോഗങ്ങളെല്ലാം അവഗണിച്ചിട്ടുള്ളവനുമായിട്ടുള്ള ഒരാൾക്ക് ത്യാഗ പരിശീലനത്തിലൂടെ പ്രതികരണങ്ങളിൽ നിന്നുള്ള പരമമായ മോചനം നേടാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയാണ്? ഒന്ന് ആത്മസംയമനം നേടിയവൻ, പിന്നെ ആസക്തനല്ലാത്തൻ, അനാസക്തനായവൻ, ഭൗതികമായ സുഖഭോഗങ്ങളെല്ലാം അവഗണിച്ചവൻ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരാൾക്ക് ത്യാഗ പരിശീലനത്തിലൂടെ പ്രതികരണങ്ങളിൽ നിന്നുള്ള പരമമായ മോചനം നേടാനായിട്ട് സാധിക്കും. പ്രതികരണങ്ങളിൽ നിന്ന് പരമമായ മോചനം നേടാനായിട്ട് സാധിക്കും. അപ്പൊ ആത്മസംയമനം നേടിയവനും അനാസക്തനും ഭൗതിക സുഖങ്ങളെല്ലാം അവഗണിച്ചവനുമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ത്യാഗ പരിശീലനത്തിലൂടെ പ്രതികരണങ്ങളിൽ നിന്നുള്ള പരമമായ മോചനം നേടാൻ കഴിയും. ഒന്നാമത്തെ എങ്ങനെയായിരിക്കണം? ആത്മസംയമനം നേടിയവനായിരിക്കണം, ആസക്തി ഇല്ലാത്തവനായിരിക്കണം, അനാസക്തനായിരിക്കണം, ഭൗതിക സുഖഭോഗങ്ങളെല്ലാം അവഗണിച്ചവനായിരിക്കും. ഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങളിൽ ഒന്നിലും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ത്യാഗത്തിലൂടെ എന്ത് സാധിക്കും? പരമമായ മോചനം നേടാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കും. ആത്മസംയമനം നേടിയവന്, ആസക്തി ഇല്ലാത്തവന്, ഭൗതികമായ ഭോഗങ്ങളെല്ലാം അവഗണിച്ചവനായിട്ടുള്ള ഒരു വ്യക്തിക്ക് താൻ പരമപുരുഷന്റെ ഒരു അംശം മാത്രമാണെന്നും തന്മൂലം സ്വകർമ്മ ഫലങ്ങൾ അനുഭവിക്കാനുള്ള അവകാശം തനിക്കില്ലെന്നും എപ്പോഴും ഓർക്കുന്നതാണ് യഥാർത്ഥമായ ത്യാഗം. അതായത് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെ യഥാർത്ഥ അവകാശി ആരാണ്? ആദ്യത്തെ അവകാശി ഭഗവാനാണ് അല്ലേ? നമുക്ക് രണ്ടാമത്തെ അവകാശം നമുക്കുള്ളൂ. എല്ലാത്തിന്റെയും ആദ്യത്തെ അവകാശി ആരാണ്? ഭഗവാനാണ്. നമ്മുടെ ശരീരത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെ എല്ലാം ആദ്യത്തെ അവകാശി, ആസ്വാദകൻ ഭഗവാനാണെന്ന്. അപ്പോ നമ്മൾ എന്താണ്? ഭഗവാന്റെ അംശമാണ്. നമ്മളുടെ ആദ്യത്തെ അവകാശി അല്ലെങ്കിൽ ആദ്യത്തെ ആസ്വാദകൻ ആരാണ്? ഭഗവാനാണെന്ന് നമുക്ക് ഓർക്കുക. നമുക്ക് എപ്പോഴും മനസ്സിലാക്കുക. അതാണ് എന്ത് യഥാർത്ഥ ത്യാഗം എന്ന് പറയുന്നത്. കാരണം ഭഗവാന്റെ അംശമായത് കൊണ്ട് തന്നെ ആ ചെയ്യുന്ന കർമ്മത്തിന്റെ എല്ലാത്തിന്റെ ഫലം ആർക്ക് ആസ്വദിക്കാനുള്ളതാണ്? ഭഗവാൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് ശരിയായ കൃഷ്ണാവബോധം. നമ്മള് രണ്ടാമത്തെ അവകാശിയാകുന്നുള്ളൂ, രണ്ടാമത്തെ ആസ്വാദകനെ നമ്മൾ ആകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതാണ് ആര്? യഥാർത്ഥ സന്യാസി അല്ലെങ്കിൽ യഥാർത്ഥ യോഗി എന്ന് പറയുന്നത്. കൃഷ്ണാവബോധം എന്ന് പറയുന്നത് അതാണ്. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോധീനി ബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ യാ പരാ. ഹേ കുന്തിപുത്ര, ഈ നിലയിലെത്തിയവന് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ആത്യന്തിക ഉന്നതിയായ ബ്രഹ്മപദം പ്രാപിക്കാൻ ഉതകുന്ന പദ്ധതിയെ പറ്റി ഇനി സംക്ഷിപ്തമായി പറയാം. എന്നിൽ നിന്ന് കേൾക്കും. അപ്പൊ ഈ നിലയിലെത്താ എങ്ങനെ? ഭഗവാനാണ് പരമാസ്വാദകൻ, നമുക്ക് രണ്ടാമത്തെ സ്ഥാനമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തി, ആ നിലയിലെത്തിയ വ്യക്തിക്ക് ആത്യന്തിക ഉന്നതിയായിട്ടുള്ള ബ്രഹ്മപദം പ്രാപിക്കാൻ ഉതകുന്ന പദ്ധതിയെ കുറിച്ച് ഇനി അങ്ങനെയുള്ളതിനെ കുറിച്ചുള്ള പദ്ധതിയെ കുറിച്ച് ഇനി ഭഗവാൻ സംക്ഷിപ്തമായിട്ട് പറയാൻ പോകാണ്. എന്നിൽ നിന്ന് കേൾക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നിൽ നിന്ന് നീ മനസ്സിലാക്കുക.
എന്താ പറയുന്നത് ഇവിടെ? ബുദ്ധി വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാ ത്യക്ത രാഗദ്വേഷോ വിദുസ്യ ച വിവിക്താ സേവിലാഖശി യഥാ വാക്കായ മാനസ ധ്യാനയോഗ പരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമാ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. താൻ ബുദ്ധിയാൽ ശുദ്ധീകരിക്കപ്പെട്ട് സ്ഥിരനിശ്ചയനായി മനസ്സിനെ നിയന്ത്രിച്ചും ഭോഗവിഷയങ്ങളെ ത്യജിച്ചും രാഗദ്വേഷങ്ങൾ തീണ്ടാതെയും വിജന സ്ഥലത്ത് താമസിച്ച് ഭക്ഷണം നന്നെ ചുരുക്കി ശരീരം മനസ്സ് വാക്ക് ഇവയെ കീഴടക്കി ധ്യാനയോഗം അനുഷ്ഠിക്കുന്ന ആൾ വിദഗ്ധനായും മിഥ്യാഹങ്കാരം ബലത്തെ കുറിച്ചുള്ള മതം മിഥ്യാഭിമാനം കാമം ക്രോധം ഭൗതിക ദ്രവ്യങ്ങളിൽ ആഗ്രഹം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞും തെറ്റായ അതീശത്വ ബോധമില്ലാതെയും ശാന്തനായി തീർന്നിട്ട് നിശ്ചയമായും ആത്മസാക്ഷാത്കാരം നേടിയെടുക്കുന്നു. അപ്പോ തന്റെ ബുദ്ധി ശുദ്ധീകരിക്കപ്പെട്ട് സ്ഥിരനിശ്ചയനായിക്കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് ഭോഗവിഷയങ്ങളെ ത്യജിച്ചുകൊണ്ട് നമ്മളെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ രാഗദ്വേഷങ്ങൾ തീണ്ടാതെ രാഗദോഷങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല വിജനമായ സ്ഥലത്ത് താമസിച്ച് ഭക്ഷണം നന്നെ ചുരുക്കി ശരീരം മനസ്സ് വാക്ക് ഈ പറഞ്ഞവയെ കീഴടക്കി ധ്യാനയോഗം അനുഷ്ഠിക്കുന്നതാണെങ്കിൽ ആ വ്യക്തി എങ്ങനെയാണ്? വിരക്തനായും മിഥ്യാഹങ്കാരം ബലത്തെ കുറിച്ചുള്ള മതം മിഥ്യാഭിമാനം കാമം ക്രോധം ഭൗതിക ദ്രവ്യങ്ങളിലുള്ള ആഗ്രഹം ഭൗതിക വസ്തുക്കളിലോട് ആഗ്രഹമില്ലാതെ ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം മാറി തെറ്റായ അതിശക്ത ബോധമില്ലാതെ ശാന്തനായി തീർന്നിട്ട് നിശ്ചയമായും ആത്മസാക്ഷാത്കാരം നേടിയെടുക്കുന്നു. അപ്പൊ അങ്ങനെ എല്ലാത്തിൽ നിന്നും മാറി എല്ലാ തരത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് തെറ്റായ അതീശത്വ ബോധമൊന്നും ഇല്ലാതെ ശാന്തനായി തീർന്നിട്ട് എന്താണ്? നിശ്ചയമായിട്ടും ഒരു ആത്മസാക്ഷാത്കാരം നേടിയെടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ചെയ്യേണ്ടത്? സ്ഥിരനിശ്ചയത്തോടു കൂടി ഭോഗവിഷയങ്ങളെ ത്യജിച്ചിട്ട് രാഗദ്വേഷങ്ങൾ തീണ്ടാതെ വിജനമായ സ്ഥലത്ത് താമസിച്ച് ഭക്ഷണം ചുരുക്കി മനസ്സ് വാക്ക് എന്നിവയെ നിയന്ത്രിച്ച് ധ്യാനയോഗം അനുഷ്ഠിക്കുന്നു. പിന്നെ വിരക്തനായിട്ട് മിഥ്യാഹങ്കാരം ഇല്ലാതെ ബലത്തെ കുറിച്ചുള്ള മതമില്ലാതെ മിഥ്യാഭിമാനമില്ലാതെ കാമം ക്രോധം ഭൗതിക ദ്രവ്യങ്ങളിലുള്ള ആഗ്രഹം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നുമില്ലാതെ ശാന്തനായി തീർന്ന് നിശ്ചയമായിട്ടും ആ വ്യക്തിക്ക് എന്ത് സാധിക്കും? ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കും. ബ്രഹ്മഭൂത പ്രസന്നാത്മാ നാശോചതി ന കാംക്ഷതി സമാ സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭത്തെ പരാം. ഈ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്നവൻ പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അയാൾക്ക് ദുഃഖമില്ല ആഗ്രഹങ്ങളില്ല സർവഭൂതങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. ഈ നിലയിൽ അയാൾ വിശുദ്ധ ഭക്തിയോടെ എന്റെ സേവനത്തിൽ മുഴുകുന്നു. അപ്പൊ ഈ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്നവൻ എന്താണ്? പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ ആ വ്യക്തി പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിക്ക് എന്ത് സാധിക്കും? പരമാനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. അയാൾക്ക് എന്തില്ല? ദുഃഖങ്ങളില്ല ആഗ്രഹങ്ങളില്ല സർവഭൂതങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. ആ നിലയിൽ അയാൾക്ക് വിശുദ്ധ ഭക്തിയോടെ എന്റെ സേവനത്തിൽ മുഴുകാനായിട്ട് സാധിക്കും. ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ പരമബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് ആ പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കും. അയാൾക്ക് ദുഃഖങ്ങളില്ല ആഗ്രഹങ്ങളില്ല സർവഭൂതങ്ങളിലും സമഭാവനയാണ് ആ വ്യക്തിയിലുള്ളത്. മാത്രമല്ല ആ നിലയിൽ അയാൾക്ക് വിശുദ്ധ ഭക്തിയോട് കൂടി ഭഗവാന്റെ സേവനത്തിൽ മുഴുകാനും ആ വ്യക്തിക്ക് സാധിക്കും. വിഷപ്പല്ലുകൾ തകർന്ന സർപ്പത്തെ പോലെയാണ് ആത്മനിയന്ത്രിതങ്ങളായ ഇന്ദ്രിയങ്ങളെയും ഭക്തന് ഭയപ്പെടാനില്ല. അപ്പൊ വിഷപ്പല്ലുകൾ തകർന്ന സർപ്പത്തെ പോലെ ആത്മനിയന്ത്രിതങ്ങളായ ഇന്ദ്രിയങ്ങളെയും ആ ഭക്തന് ഭയപ്പെടില്ല. കാരണം എല്ലാ രീതിയിലും ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ എന്തിനു ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒന്നിനെയും ഭയപ്പെടാനില്ല. എങ്ങനെ? വിഷപ്പല്ലുകൾ തകർന്ന സർപ്പത്തെ പോലെ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭൗതിക വിഷബാധയേറ്റ മനുഷ്യനെ പ്രപഞ്ചം ദുരിതപൂർണമാകുന്നുള്ളൂ. ഈ ഭൗതികമായിട്ടുള്ള വിഷബാധ ഏറ്റു കഴിഞ്ഞാലാണ് ആ മനുഷ്യന് എന്ത് പറ്റുന്നത്? ഈ ഭൗതിക പ്രപഞ്ചം ദുരിതപൂർണമാകുന്നത്. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? കാരണം ഭൗതികവാദ വിഷയം ഇൽക്കാത്തത്. അങ്ങനെയുള്ള ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് വൈകുണ്ഠ ലോകത്തെ പോലെ തന്നെ മഹത്തരമായിരിക്കും. പരവ്യോമത്തെ പോലെ അല്ലെങ്കിൽ വൈകുണ്ഠ ലോകത്തെ പോലെയാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ ഭൗതിക ലോകത്തിലാണെങ്കിലും ചെയ്യുന്നത് മുഴുവൻ എന്താണ്? ഭഗവാന്റെ സേവനമാണ്. അപ്പൊ അത് വൈകുണ്ഠ ലോകം പോലെ തന്നെയാണ് ഈ ഭൗതിക ലോകം ഒരു ഭക്തനെ സംബന്ധിച്ച്. ഭക്ത്യാ മാമാഭിജാനാതി യാവാൻ യച്ഛാസ്മി തത്വതഃ
തതോ മാം തത്വതോ യജ്ഞാതോ വിശദേ തദനന്തരം. ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയൂ. ആ ഭക്തി കൊണ്ട് തന്നെ എന്നെ കുറിച്ച് പൂർണ്ണബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പൊ ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമാണ് ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയുന്നത്. പിന്നെ അത് മാത്രല്ല, ആ ഭക്തി കൊണ്ട് തന്നെ എന്നെ കുറിച്ച് പൂർണ്ണ ബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തില് പ്രവേശിക്കാനും സാധിക്കും. അപ്പൊ ഭക്തിയുടെ സേവനം കൊണ്ടാണ് ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ള സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതും ആ ഭക്തി കൊണ്ട് തന്നെയാണ് എന്നെ കുറിച്ച് പൂർണ്ണ ബോധം നേടി അയാൾക്ക് ദൈവ സാമ്രാജ്യത്തില് ഭഗവാന്റെ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭക്തി കൊണ്ട്. ഭക്തി ഇല്ലാതെ ഭഗവാനെ കുറിച്ച് അറിയാനായിട്ടോ ഭഗവാനിലേക്ക് പ്രവേശിക്കാനോ സാധിക്കില്ല. ഭക്തി മാത്രമാണ് ഭഗവാനിലേക്ക് പ്രവേശിക്കാനുള്ള ഏക മാർഗം. വിശദേ എന്ന പദം എന്നർത്ഥം എന്നിൽ ഉൾപ്പോകുന്നു. വ്യക്തിശൂന്യ ബ്രഹ്മത്തോടുള്ള ഏകീഭാവം എന്ന അദ്വൈത സിദ്ധാന്തത്തെയാണ് സൂചിപ്പിക്കുന്നത്, തെറ്റിദ്ധരിക്കരുത്. അതല്ല ശരി. സ്വന്തം വ്യക്തിത്വം പുലർത്തിക്കൊണ്ട് തന്നെ ഭഗവത് സങ്കല്പത്തിനും സേവനത്തിനും വേണ്ടി ശ്രീകൃഷ്ണധാമത്തിൽ പ്രവേശിക്കുക എന്നതാണ് ഇവിടെ നിർദ്ദിഷ്ടമായ അർത്ഥം. ഉദാഹരണത്തിന്, പച്ചക്കിളി പച്ചമരത്തിന്മേൽ കയറുന്നത് അതിനോട് ഏകീഭവിക്കാനല്ല, അതിന്റെ ഫലം ആസ്വദിക്കാനാണ്. അപ്പൊ അതായത് വിശദ എന്ന പദം എന്താണ് അർത്ഥം? എന്നിൽ ഉൾപ്പോകുന്നു. അപ്പോൾ ഉൾപ്പുക എന്ന് പറയുമ്പോ ഭഗവാനിൽ ലയിച്ചു ചേരാന്നല്ല അർത്ഥാക്കുന്നത്. ഒരിക്കലും ഒരു ഭക്തൻ എന്ത് ചെയ്യുന്നില്ല? ഭഗവാനിൽ ലയിക്കുന്നില്ല. ഭഗവാനിൽ ലയിക്കുന്ന എങ്ങനെയാണ്? ബ്രഹ്മജ്യോതിയിൽ നമ്മൾ പറഞ്ഞു, ഭഗവാന്റെ ബ്രഹ്മജ്യോതി പ്രകാശത്തിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഭക്തൻ ഒരിക്കലും ഭഗവാനിൽ ലയിക്കില്ല. ഭഗവാന്റെ ലോകത്ത് പോയിട്ട് ഭഗവാന് സേവനം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാനായിട്ട് സമ്പർക്കത്തിൽ നിൽക്കുന്നു എന്നല്ലാതെ ആ വ്യക്തിത്വം ആർക്കുണ്ട് അവിടെ? ആ ഭക്തനുണ്ട്. ഒരിക്കലും ഭഗവാനിൽ ആര് ലയിക്കുന്നില്ല? ഒരു ഭക്തൻ ലയിച്ചു ചേരുന്നില്ല. പച്ചക്കിളി പച്ചമരത്തിന്മേൽ കയറുന്നത് അതിനോട് ഏകീഭവിക്കാൻ, എന്തിനാണ്? അതിന്റെ ഫലങ്ങൾ ആസ്വദിക്കാനാണ് എന്നാണ് ഉദാഹരണം പറയുന്നത്. സർവകർമാണ്യാപി സദാ കുർവാണോ മദ്വ്യപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. ഏതു തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എന്റെ വിശുദ്ധ ഭക്തൻ എന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതമായി എന്റെ ധാമം പ്രാപിക്കും. അപ്പൊ ഏതു തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും ശരി, എന്നെ മാത്രം ആശ്രയിക്കുന്ന എന്റെ വിശുദ്ധ ഭക്തന്മാർക്ക് എന്ത് സാധിക്കും? എന്റെ കാരുണ്യം കൊണ്ടും സംരക്ഷണം കൊണ്ടും അനശ്വരമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള എന്റെ ധാമത്തെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഏതൊക്കെ പ്രവൃത്തി ചെയ്താലും ഭഗവാനെ മാത്രം ആശ്രയിക്കുന്ന ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ടും സംരക്ഷണം കൊണ്ടും അനശ്വരമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഭഗവാന്റെ ധാമത്തെ പ്രാപിക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. മദ്വ്യപാശ്രയ എന്നതിന് പരമപുരുഷന്റെ സംരക്ഷണത്തിൽ എന്നാണ് അർത്ഥം. അപ്പൊ മദ്വ്യപാശ്രയ എന്ന് പറഞ്ഞാല് ഭഗവാന്റെ പരമപുരുഷന്റെ സംരക്ഷണത്തിന് എന്നാണ് അർത്ഥമാക്കുന്നത്. ഭൗതിക കൽമഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ വേണ്ടി വിശുദ്ധ ഭക്തൻ ഭഗവാന്റെയോ ഭഗവാന്റെ പ്രതിനിധിയായ ആധ്യാത്മിക ഗുരുവിന്റെയോ നിർദ്ദേശം അനുസരിക്കണം. അപ്പോൾ ഇവിടെ ഭൗതികമായിട്ടുള്ള കൽമഷങ്ങളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം? ഒന്നുകിൽ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ആ ഗുരുവിന്റെയോ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള കൽമഷങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കുന്നത്. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്താ സതതം ഭവ. സകല കർമ്മങ്ങളിലും എന്നെ ആശ്രയിക്കൂ, എന്നിട്ട് എന്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള ഭക്തിയുടെ സേവനത്തിൽ എന്നെ പറ്റിയുള്ള പൂർണ്ണമായ ബോധവും ഉണ്ടായിരിക്കണം. അപ്പൊ എല്ലാ കർമ്മങ്ങളിലും എന്നെ ആശ്രയിക്കണം, എന്നിട്ട് എന്ത് വേണം? എന്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിക്കണം. അങ്ങനെയുള്ള ഭക്തിയുടെ സേവനത്തിൽ എന്നെ പറ്റിയുള്ള പൂർണ്ണ ബോധവും ഉണ്ടായിരിക്കണം. അപ്പൊ എപ്പോഴും എല്ലാ കർമ്മങ്ങളിലും ഭഗവാനെ ആശ്രയിക്കണം, ഭഗവാന്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഭഗവാനോട് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ട് ഭഗവാനെ പറ്റിയുള്ള പൂർണ്ണ ബോധത്തോടു കൂടി പ്രവർത്തിക്കണം. അപ്പൊ എങ്കിലാണ്, ഇത്രയും ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഭഗവാനെ പറ്റിയുള്ള പൂർണ്ണ ബോധം ഉണ്ടായിരിക്കുന്നത്. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാതരിഷ്യസി അഥ ചേത്തോമഹങ്കാരൻ നാശോഷ്യസി വിനക്ഷ്യസി. എന്നെ കുറിച്ച് ബോധവാനായിരുന്നാൽ നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ ബദ്ധ ജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലാകട്ടെ നാശമാണ് ഫലം. അപ്പൊ എന്നെ കുറിച്ച് ബോധവാനായിരുന്നാല് നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ നിനക്ക് എന്ത് സാധിക്കും? ബദ്ധ ജീവിതത്തിലെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ നീ മിഥ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലോ
നാശമായിരിക്കും നിനക്ക് ഫലം. അപ്പൊ എന്നെ കുറിച്ച് ബോധവാനായിരുന്നു കഴിഞ്ഞാൽ നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ ഈ ബദ്ധജീവിതത്തിലുള്ള എല്ലാ ക്ലേശങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും. നേരെ മറിച്ച് എന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ ആണെങ്കിലോ നിനക്ക് നാശമായിരിക്കും ഫലമെന്ന് ഭഗവാൻ പറയുന്നത്. തൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കാത്തവർ ഭൗതികതയുടെ ചുരുക്കത്തിൽ സ്വയം നഷ്ടപ്പെട്ടു പോകുന്നു. സംസാര സമുദ്രത്തിൽ ജനന മരണത്തിൽപ്പെട്ട് വലയുന്നു. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്തെന്ന് ബദ്ധജീവാത്മാവിന് അറിഞ്ഞുകൂടാ. കൃഷ്ണാവബോധം ഉദിച്ചവനാകട്ടെ പ്രവൃത്തി സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അയാൾ ചെയ്യുന്നതെന്തും ഹൃദയസ്ഥനായ കൃഷ്ണന്റെ പ്രേരണയനുസരിച്ചും ആധ്യാത്മിക ഗുരുവിന്റെ സ്ഥിരീകരണത്തോടു കൂടിയുമായിരിക്കും. അപ്പൊ കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കാത്തവര് ഭൗതികതയുടെ ചുരുക്കത്തില് സ്വയം നഷ്ടപ്പെട്ടു പോകും. അവർക്ക് എന്ത് സംഭവിക്കും? ആ ഭൗതികതയുടെ ചുഴിക്കുട്ടിൽ നഷ്ടപ്പെട്ട് അവർ സ്വയം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ആ സംസാര സമുദ്രത്തിൽ ജനന മരണത്തിൽ പെട്ടവര് വലഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് ചെയ്യേണ്ടത് എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്നുള്ളത് ആ ജീവാത്മാക്കൾക്ക് അറിയാൻ സാധിക്കില്ല. അവർക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയില്ല, ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്നൊന്നും ഇവർക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷെ കൃഷ്ണാവബോധം ഉദിച്ചവനോ പ്രവൃത്തിയെ കുറിച്ചും ചെയ്യേണ്ടതിനെ കുറിച്ചും ചെയ്യേണ്ടതില്ലാത്തതിനെ കുറിച്ചും അറിയാൻ സാധിക്കും. പ്രവൃത്തി സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരിക്കും. പിന്നെന്താണ്? ഒരു ഹൃദയസ്ഥനായിട്ടുള്ള കൃഷ്ണന്റെ പ്രേരണ അനുസരിച്ച് ആധ്യാത്മിക ഗുരുവിന്റെ സ്ഥിരീകരണത്തോടു കൂടിയായിരിക്കും അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഭഗവാന്റെ പ്രേരണയോടുകൂടി ഒരു ഗുരുവിന്റെ സ്ഥിരീകരണത്തോടു കൂടിയായിരിക്കും അവരെല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. എങ്ങനെയുള്ളവര്? കൃഷ്ണാവബോധത്തിലുള്ളവര്. യദഹങ്കാരമാശ്രിത്യം നായോത്സ്യ ഇതി മന്യസേ മിഥ്യേഷ വ്യവസായാസ്തേ പ്രകൃതി സ്വാം നിയോഷ്യതി. എന്റെ നിർദ്ദേശത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ, യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ നീ വഴി പിഴച്ചു പോകും. മാത്രമല്ല നിന്റെ സ്വഭാവ പ്രകൃതിയാൽ നീ യുദ്ധത്തിൽ ഏർപ്പെടുക തന്നെ വേണം. അർജുനോട് പറയണ, നീ ഞാൻ പറയണത് അനുസരിക്കുന്നില്ലെങ്കിൽ, നീ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ നീ വഴി പിഴച്ചു പോകും. മാത്രമല്ല നിന്റെ സ്വഭാവ പ്രകൃതി എന്താണ്? നീ ആരാണ്? ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ ധർമ്മം എന്താണ്? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നീ യുദ്ധത്തിൽ ഏർപ്പെടേണ്ട വേണം എന്നാണ് ഇവിടെ ഭഗവാൻ അർജുനോട് പറയുന്നത്. അല്ലാതെ നീ ഞാൻ പറയുന്നത് അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ, നീ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ നീ വഴിപിഴച്ചു പോകും. കാരണം നീ ഒരു ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധം ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് നിന്റെ സ്വഭാവ പ്രകൃതി അനുസരിച്ച് നീ യുദ്ധം ചെയ്യണം എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് അർജുനന്. ഭഗവാന്റെ നിർദ്ദേശത്തെ ഒരിക്കലും, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു ആചാര്യന്റെ നിർദ്ദേശത്തെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. പരമപുരുഷന്റെ കൽപ്പന നിറവേറ്റുന്നതിൽ വൈമുഖ്യം കാണിക്കരുത്. ഭഗവത് ആജ്ഞ നിർവഹിക്കുന്നവർ ഏതവസരത്തിലും സുരക്ഷിതരായിരിക്കും. അപ്പൊ ഒരിക്കലും നമ്മള് ഭഗവാന്റെ നിർദ്ദേശത്തെ അവഗണിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള ഗുരുവിന്റെ നിർദ്ദേശത്തെ അവഗണിക്കാൻ പാടില്ല. അങ്ങനെ നിർവഹിക്കാതിരുന്ന് അനുസരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എങ്ങനെയാണ്? സുരക്ഷിതരായിരിക്കും. ഭഗവാന്റെ ആജ്ഞ അനുസരിക്കുന്നവര് ഏത് അവസരത്തിലും അവരെങ്ങനെയായിരിക്കും? സുരക്ഷിതരായിരിക്കും. സ്വഭാവജേന കൗന്ദേയ നിബദ്ധാസ്വേന കർമ്മണ കർത്തും നേച്ഛസി യത്മോഹാത് കര്യശ്യസ്യാവശോപിതഃ. അല്ലയോ പാർത്ഥ, വ്യാമോഹം കൊണ്ട് നീ ഇപ്പോൾ എന്റെ ആജ്ഞ നിറവേറ്റാൻ മടിക്കുന്നു. എന്നാൽ സ്വാഭാവികമായ കർമ്മത്തിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി അനിഷ്ടമായി തോന്നുന്ന അതേ കർമ്മം നിനക്ക് ചെയ്യേണ്ടി വരുന്നു. അല്ലയോ പാർത്ഥ, എന്താ അർജുനോട് പറയുന്നത്? വ്യാമോഹം കൊണ്ട് നീ ഇപ്പോൾ എന്റെ ആജ്ഞ നിറവേറ്റാൻ നീ മടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വ്യാമോഹം കൊണ്ട് നീ എന്ത് ചെയ്യാണ്? എന്റെ ആജ്ഞ നിറവേറ്റാൻ നീ മടിക്കുന്നു. എന്നാൽ സ്വാഭാവികമായ കർമ്മത്തിന്റെ പ്രേരണയ്ക്ക് വഴങ്ങിയിട്ട് അനിഷ്ടമായി തോന്നുന്ന അതേ കർമ്മം നിനക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ സ്വാഭാവികമായിട്ട് നിനക്ക് എന്ത് ചെയ്യേണ്ടി വരും? കാരണം നിനക്ക് അനിഷ്ടമെന്ന് ഇപ്പൊ തോന്നുന്ന കാര്യം, നീ ഒരു ക്ഷത്രിയനാണ്, എന്നിട്ട് യുദ്ധം ചെയ്യാനായിട്ട് നീ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നീ സ്വാഭാവികമായിട്ട് നിനക്ക് അനിഷ്ടമെന്ന് തോന്നുന്ന കാര്യം നീ ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. ഇപ്പൊ നീ എന്റെ ആജ്ഞ നിറവേറ്റാൻ മടിക്കാണ്, പക്ഷെ എന്നാലും നിനക്ക് എന്ത് വേണ്ടി വരും? നീ ഒരു ക്ഷത്രിയന്റെ ധർമ്മം എന്താണ് അത് നീ ചെയ്യേണ്ടതായിട്ട് വരുമെന്നിവിടെ ഭഗവാൻ അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപതരൂപേശ്ച കൃപാസിന്ധോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവ ഭക്തവൃന്ദി की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, नित्याय गौर प्रमानंदे, हरि हरि बोल. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം നമുക്ക്. ബ്രാഹ്മണരുടെ പ്രവർത്തികളുടെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? ബ്രാഹ്മണരുടെ ശാന്തത, ആത്മസംയമനം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിജ്ഞാനം, ജ്ഞാനം, വിജ്ഞാനം, ശാന്തത, ആത്മസംയനം, സത്യസന്ധത, ആസ്തിക്യം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത. ഈ 9 ഗുണങ്ങള് ഒരു ബ്രാഹ്മണനിൽ കാണേണ്ട ഗുണങ്ങളാണ്. ഒരു ക്ഷത്രിയന്റെ
പരാക്രമം, ബലം, ദൃഢനിശ്ചയം, യുദ്ധത്തിൽ ധൈര്യം, ഔദാര്യം, നേതൃത്വം. യുദ്ധത്തിൽ ധൈര്യം ക്ഷത്രിയ. ഔദാര്യം, നേതൃത്വം. ക്ഷത്രിയൻ. വൈശ്യരും ശൂദ്രരും കൃഷി, ഗോരക്ഷ, വ്യാപാരം, വൈദ്യർ, ശൂദ്രർ അധ്വാനം, മറ്റുള്ളവരെ കൃഷി, പരിചരിക്കുക. വ്യാപാരം, വൈശ്യർ അധ്വാനം, മറ്റുള്ളവരെ പരിചരിക്കുക. ഇനി അടുത്തത് എന്താണ് മത്വ്യപാശ്രയ എന്ന പദത്തിന്റെ അർത്ഥം? പരമപുരുഷന്റെ സംരക്ഷണത്തിൽ എന്നർത്ഥം. സംരക്ഷണത്തിൽ നിന്നാണ് മത്വ്യപാശ്രയ എന്ന പദത്തിന്റെ അർത്ഥം.